ശരി എബിൻ, കേരളത്തിലെ ഈ രണ്ട് സ്റ്റേഡിയങ്ങൾ ഇപ്പോൾ അദ്ദേഹം ഇവിടുത്തെ നമ്മുടെ കൊച്ചിയിലെ സ്റ്റേഡിയവും അത് അന്താരാഷ്ട്ര സ്റ്റേഡിയവും അതുപോലെ കല്ലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയവും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയവുമാണ് പറഞ്ഞത്. 1-2-3 മാസത്തെ പണി നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും അറ്റകുറ്റപ്പണികളുണ്ടെങ്കിൽ അത് പൂർത്തിയായി കഴിഞ്ഞാൽ മെസ്സിക്കും അർജന്റീനൻ ടീമിനും ഇറങ്ങാനുള്ള സ്റ്റേഡിയം തയ്യാറായി കഴിയുമെന്നാണ്. പിന്നെ അപ്പോൾ താങ്കളുടെ സംശയങ്ങളൊക്കെ മാറിയോ എബിൻ? ഒരിക്കലുമില്ല, എനിക്ക് സംശയം കൂടിയിട്ടുള്ളൂ. കാരണം ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മലപ്പുറത്തെ പയ്യനാട് സ്റ്റേഡിയമാണ് കുറച്ചുകൂടെ ബെറ്റർ. കാരണം അവിടെ ഫുട്ബോൾ സ്റ്റേഡിയമാണ്, ഫുട്ബോളിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റേഡിയമാണ്. ഈ പറയുന്ന ഗ്രീൻഫീൽഡ് ക്രിക്കറ്റുകാർ ഏറ്റെടുത്തിട്ട് അവരൊരിക്കലും ഫുട്ബോളിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കില്ല. കാരണം ഫുട്ബോൾ വളർന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകടം ക്രിക്കറ്റിന് നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അവരൊരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകില്ല. അതൊന്ന്. രണ്ടാമത്തത്, സാറ് പറഞ്ഞ പോലെ 2-3 മാസം കൊണ്ട് ആ ഒരു കാലയളവ് നോക്കുക. കാരണം നമ്മൾ ഈ അണ്ടർ-17 വേൾഡ് കപ്പിൻ്റെ കാര്യം പറഞ്ഞു. അണ്ടർ-17 വേൾഡ് കപ്പ് ആരാണ് അത് ഇൻവെസ്റ്റ് ചെയ്തതും അത് ആരൊക്കെ ഡെവലപ്പ് ചെയ്തതെന്നും നമുക്ക് നന്നായിട്ട് അറിയാം. ഫിഫയുടെ ഒരു കോമ്പറ്റീഷനാണ്. ഫിഫ അത് മാത്രമല്ല, ആ ഗ്രൗണ്ട് മാത്രമല്ല, പരിശീലിക്കാൻ പോലും അതേ നിലവാരത്തിലുള്ള ഗ്രൗണ്ടുകളൊക്കെ ഡെവലപ്പ് ചെയ്തു. ഇന്ന് ആ ഗ്രൗണ്ടുകൾ ആരാണ് സംരക്ഷിക്കുന്നത്? ആ ഗ്രൗണ്ടുകളുടെ അവസ്ഥ എന്താണ്? അതുകൂടെ ഒന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനോടൊപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, ബ്ലാസ്റ്റേഴ്സിന് ഇന്നലത്തെ ന്യൂസാണ് ഞാൻ പറയുന്നത്. ഇന്നലെ വന്ന ന്യൂസാണെന്ന് പറയുന്നത്, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ലൈസൻസിങ്, AFCയുടെ ലൈസൻസ്, ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ ലൈസൻസ് ക്രൈറ്റീരിയ അനുസരിച്ച് കലൂർ സ്റ്റേഡിയം കളിക്ക് അനുയോജ്യമല്ല. അവിടെ കുറച്ചുകൂടെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. നമുക്ക് ഇത് ഇൻഫർമേഷൻ കൊടുത്തിട്ട് കുറേ കാലമായി. അതായത് AFCയുടെ സെക്രട്ടറി നേരിട്ട് ഇവിടെ സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. ഇതുവരേക്കും നമുക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് നമ്മുടെ സ്വന്തം ക്ലബ്ബായ കേരളത്തിലെ എല്ലാ ആരാധകരും നമ്മൾ അർജന്റീനയെ പോലെ തന്നെ അതേ ഒരു സ്ഥാനം കൊടുക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇതുവരെയ്ക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പറയാണ് 3 മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റുമെന്നുള്ളത് ഗാലറിയുടെ പ്രകമ്പനം. ഗാലറി കുലുങ്ങുന്നു, ഗാലറിയിൽ കാണികളെ കുറയ്ക്കണം. ഗാലറി എങ്ങനെയാണ് ഇതുപോലെ, എനിക്ക് തോന്നുന്നു ഷറഫ് അലി സാർ അടക്കമുള്ള ആൾക്കാർ കളിച്ചപ്പോഴാണ് ഏകദേശം ഗ്രൗണ്ടിൻ്റെ ലൈൻ വരെ ഇരിക്കാൻ അന്ന് ഫിഫ അനുവാദം നൽകിയത്. ആ ഫിഫ അനുവാദം നൽകിയത് ഇന്ത്യയിലെ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യണേ, അത് മുന്നോട്ട് വരട്ടെ, എത്രയും കാണികളെ നമ്മൾ നിരാശരാക്കേണ്ട ഒരു ഫൈനൽ മത്സരത്തിന് നമ്മൾ അനുവദിക്കുന്നു. അതിനുശേഷമാണ് സ്ട്രിക്റ്റായിട്ട്, അതായത് ഇന്ത്യൻ ഫുട്ബോളിന് ഇത്രത്തോളം പ്രാപ്തിയുണ്ട്, കാണികളെ വരുത്താൻ കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് പ്രൊഫഷണൽ വേയിലോട്ട് കുറേ നിർദ്ദേശങ്ങൾ നൽകുന്ന ഇന്ന് ഇന്ത്യൻ ഫുട്ബോൾ കുറച്ചധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ വീണ്ടും പറയുന്നത്, AFC ഓൾറെഡി ആ ഗ്രൗണ്ടിനെ അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ 3 മാസം കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന പറയുന്നത് അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. ഷറഫ് അലി സാറ് വളരെ പോസിറ്റീവായിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനായിട്ട് പ്രാർത്ഥിക്കാമെന്നല്ലാതെ ശുഭാപ്തി വിശ്വാസം ഒന്നുമില്ല. പ്രത്യേകിച്ച് പിച്ച് ഡെവലപ്പ് ചെയ്യണം, ഗാലറി ഡെവലപ്പ് ചെയ്യണം, റൂം ഡെവലപ്പ് ചെയ്യണം, അവരുടെ ഫെസിലിറ്റീസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് ഈ 3 മാസത്തിനകത്ത്, അതായത് ഈ പറഞ്ഞാൽ 4 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ അവരുടെ പ്രതിനിധികളെ ഒന്ന് ഗ്രൗണ്ട് വിസിറ്റ് ചെയ്യണം, സന്ദർശിക്കണം. ഇതുവരെയ്ക്കും ഷറഫ് അലി സാറിന്റെ വാക്കുകളിൽ തന്നെ ഉറപ്പാണ്, നമ്മൾ ഇതുവരെയും ഗ്രൗണ്ട് പോലും ഡിസൈഡ് ചെയ്തിട്ടില്ല എന്ന്. അപ്പം നമ്മൾ ഏത് ഗ്രൗണ്ടാണ് ശരിയാക്കാൻ പോകുന്നത്? ഈ ക്രിക്കറ്റുകാരെന്ന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വാങ്ങിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? എങ്കിൽ തന്നെ എത്രമാത്രം നമുക്കറിയാം, കലൂർ സ്റ്റേഡിയം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമായിട്ടുള്ള ഒരു പ്രശ്നം ഇതിനു മുമ്പേ ഇവിടെ നടന്നത്. അതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് പെട്ടെന്ന് ഇന്റർനാഷണൽ, പിന്നെ കലണ്ടറിലെ ഡേറ്റ്, അതൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ വളരെയധികം സംശയമുണ്ട് ഈ കാര്യത്തിൽ. പക്ഷേ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മെസ്സിയും അർജന്റീനയും ഒക്ടോബറിലെ മത്സരം ചൈനയിലാണെന്നും നവംബറിലുള്ള 2 മത്സരം അങ്കോളയും ഖത്തറിലുമാണ് എന്നും അർജന്റീനയിലെ മാധ്യമങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. TYC സ്പോർട്സിലെ വളരെയധികം നമ്മൾ എപ്പോഴും ടയർ 1-ൽ, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത്തരം വാർത്തകൾക്ക് ആശ്രയിക്കുന്ന ഗാസ്റ്റൻ എഡുൽ പോലെയുള്ള ഒരു സ്പോർട്സ് ജേർണലിസ്റ്റ് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അപ്പോഴും ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നില്ലല്ലോ എന്ന ഒരു ആശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലേ? അതാണ് സാർ ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളെ ഇവിടുത്തെ കായിക മാമാങ്കം എന്ന് പറയുന്നത് 2-3 ആഴ്ച മുമ്പ് തട്ടിക്കൂട്ടുന്ന ഒരു ക്യാമ്പ്, പെട്ടെന്നൊരു ടൂർണമെന്റ് നിശ്ചയിക്കുന്ന അങ്ങ് പോകുന്നു. അതിനപ്പുറം അവിടെ നമ്മുടെ പോലെ അല്ലല്ലോ, ഇതൊരു പ്രൊഫഷണൽ ഫുട്ബോളാണ്. കൊടിയുടെ നിറം കണ്ടിട്ടോ, രാഷ്ട്രീയ സ്വാധീനം കണ്ടിട്ടോ, പൈസയുടെ ഇത് കണ്ടിട്ടോ, പവർ കണ്ടിട്ടോ അല്ല പ്രൊഫഷണൽ ടീമുകൾ അർജന്റീനയെ പോലെയും മെസ്സിയെ പോലുള്ള താരങ്ങൾ വരുന്നത്. കാര്യം അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം എൻ്റെ ചോദ്യം അത് തന്നെയാണ്. ഒരു സുപ്രഭാതത്തിൽ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ ആ ഡ്യൂറേഷൻ ഞാൻ നോക്കാം, സെയിം സമയത്ത് ഓൾറെഡി അവർ പ്രഖ്യാപിച്ച് കഴിഞ്ഞു. എനിക്ക് അതിൻ്റെ ഒഫീഷ്യൽ ഇതറിയില്ല, ഞാൻ അത്രത്തോളം എന്താ പറയുക, എനിക്ക് ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളല്ല. പക്ഷേ എൻ്റെ ചോദ്യം, ഞാനൊരു സാധാരണ ഫുട്ബോൾ പ്രേമി, ഫുട്ബോളിനെ ഫോക്കസ് ചെയ്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ ഡ്യൂറേഷനാണ് എന്നെ ചിലപ്പോൾ അടുത്ത വർഷം വന്നിരിക്കാം, അല്ലെങ്കിൽ അതിനടുത്ത വർഷം വന്നിരിക്കാം. പക്ഷേ ഈ പറയുന്ന ഒക്ടോബറിൽ അർജന്റീന മെസ്സി ഇവിടെ വരാൻ ഏതൊരു സാധ്യതയും എന്നെപ്പോലൊരാൾ കാണുന്നില്ല. അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, അബ്ദുറഹ്മാൻ എന്ന മന്ത്രിയുടെ ആ ഒരു സ്പിരിറ്റ്,
ആ സ്പിരിറ്റ് ഞാൻ അംഗീകരിക്കുന്നു. അദ്ദേഹം ഫുട്ബോൾ നന്നാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിന്റെ താല്പര്യത്തിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ എത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ട് ഈ കാര്യത്തിൽ എന്നുള്ളത് സംശയമാണ്.